അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി. ആട്ടിൻതല സൂപ്പും പിന്നെ അതിൻ്റെ പീസെല്ലാം ഞാൻ എടുത്തിട്ട് ഒന്ന് ഇത്തിരി പൊടികളൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ആടിൻ്റെ കൈയും കാലും മേടിച്ചാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, തല വാങ്ങിച്ചാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സത്തെല്ലാം ഇതിൽ പോകുന്നു കേട്ടോ. അപ്പോൾ ഇത് താളിച്ചൊന്നും ഇടുന്നില്ല. ചിലരിപ്പോൾ നെയ്യിലൊക്കെ ഉള്ളി വറുത്ത് താളിച്ചൊക്കെ ഇടും. അങ്ങനെ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ നെയ്യാണ്, ഇനി ഓവർ നെയ്യ് ചേർക്കണ്ട. ലാസ്റ്റ് ഇത്തിരി മല്ലിയിലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇറക്കിയതാണിത്. ഞാൻ അല്പം സൂപ്പ് കുടിക്കുന്നുണ്ട്, അല്പമേ കഴിക്കുന്നുള്ളൂ. ബാക്കി നമ്മളിത് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലോട്ട് വെക്കും. 3 ദിവസം കൊണ്ടാണ് ഇത് തീർക്കുന്നത്. എടുക്കാൻ നേരത്തെ ആവശ്യത്തിന് മാത്രം എടുത്ത് ചൂടാക്കിയിട്ട് അല്പം കുരുമുളക് പൊടി കൂടി ഇട്ട് കുടിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ ഇത് കുറുകാൻ വേണ്ടി ചിലർ പൊടികളൊക്കെ ഇടും, കോൺഫ്ലവറൊക്കെ കലക്കി ഒഴിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒറിജിനൽ ആ ഒരു സത്തുണ്ടല്ലോ, അത് നമ്മുടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ എല്ലാം ചേർത്താണ് ഇത് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ഇനി ഒരു ആവശ്യമില്ലാതെ ഒരു ഇതൊക്കെ താളിച്ചിടലും പൊടികളിടലൊക്കെ ഞാനിത് ഒഴിവാക്കിയേക്കണേ കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന സംഭവമാണിത്. എന്നാൽ അത്യാവശ്യത്തിന് എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സൂപ്പ് എടുത്തു കുടിക്കാനായിട്ട്. ഒരു നല്ല ചൂടുണ്ട് ഇപ്പോഴും. മസാലയൊക്കെ അത്യാവശ്യത്തിനേ ഉള്ളൂ. പിന്നെ മല്ലിയിലൊക്കെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ടേസ്റ്റല്ല, നമ്മൾ ഇത് ഗുണമാണല്ലോ അതിൻ്റെ പ്രധാനം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പിയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും ലൈക്കും കമൻസും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.